നമസ്കാരം. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം കൃത്യമായിട്ട് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച രാജ്യത്തെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാത്യു സാമുവലിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പത്രം അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സുഡാപ്പി മാധ്യമമാണ് എന്നുള്ളത് തർക്കമില്ല. ഈ മാധ്യമത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ മാധ്യമം എന്ന് പറയുന്ന പത്രത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മാത്യു സാമുവൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ വിട്ടു എന്നുള്ള ഒരു സൂചന എന്ന് പറഞ്ഞു. ചില ആള് രാജ്യം വിട്ടു പോയി എന്നാണ് ഈ കേസ് വന്നപ്പോൾ ഇതിൽ ഭയന്ന് രാജ്യം വിട്ടു പോയി എന്നുള്ള രീതിയിലാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരേ ഒരു കാര്യം ഈ ഒരു മാധ്യമ സ്ഥാപനത്തിനോട് പറയാനുള്ളൂ, അല്ലെങ്കിൽ ഈ സുഡാപ്പികളോട് പറയാനുള്ളൂ. രാജ്യം വിട്ട് ഒരു കേസ് വരുന്ന സമയത്ത് ഓടാനായിട്ട് സക്കീർ നായിക്കല്ല മാത്യു സാമുവൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടും കിടക്കയും എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഉപേക്ഷിച്ച് മറ്റ് രാജ്യത്ത് പോയി ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തെ ഭയന്നുകൊണ്ട് പോകുന്ന ആളല്ല മാത്യു സാമുവൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഇന്ത്യയിൽ തന്നെയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത സമയം മുതൽക്കേ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഈ പല പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രദേശങ്ങളിൽ പോലുമുള്ള ഇതുപോലുള്ള ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ നാടിന് ആപത്തായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ഓരോരുത്തർ. കാരണം മാത്യു സാമുവൽ ഇങ്ങനെ ഒരു വിഷയം ഒരു ഭയമില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ ഈരാറ്റുപേട്ടയിലെ വിഷയം പറയുമ്പോൾ ഇത് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോ കാസർഗോഡ് പടന്ന എന്ന് പറയുന്ന പ്രദേശം, അവിടെ നിന്ന് എത്ര ആളുകളാണ് ISIS പോയിട്ടുള്ളത്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ എവിടേക്കാണ് പോയത്? ഇയാൾ എന്താണ് ചെയ്തത്? ഇയാൾ എന്താണ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഭീകരവാദി ISISന്റെ ഭീകരവാദി നമ്മുടെ നാട്ടിലുള്ള സാധാരണ പെൺകുട്ടികളെ അടക്കം മതം മാറ്റി ഈ IS ഭീകരവാദ ഗ്രൂപ്പിൽ ചേർക്കുകയും അതോടൊപ്പം തന്നെ സിറിയയിലേക്കും ലെബനനിലേക്കും അതോടൊപ്പം തന്നെ ഇറാഖിലേക്കും ഒക്കെ കൊണ്ടുപോയിരുന്നു പല ഗ്രൂപ്പുകളായിട്ട്. ഇതിലെ കൃത്യമായിട്ടുള്ള തെളിവുകൾ NIA പുറത്തു വിട്ടതാണ്. അപ്പോൾ ഈ ആൾ ഇവിടെ ISISന്റെ പ്രവർത്തനം നടത്തിയിരുന്ന സമയത്ത് നമ്മുടെ ഭരണാധികാരികൾ എവിടെയായിരുന്നു? നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളും പോലീസും ഇവരൊക്കെ എവിടെയായിരുന്നു? അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ പലതുണ്ടല്ലോ. ഇവർക്ക് എന്ത് നടപടിയാണ് ഈ ഭീകരനെതിരെ എടുക്കാൻ സാധിച്ചത്? അപ്പോൾ നമ്മുടെ നാടിന് ഭീഷണിയാകുന്ന എന്ത് സംഭവം എവിടെ ഉണ്ടായാലും അതിനെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആളൊരു വർഗീയവാദിയാക്കുന്നു, ഒരു പ്രത്യേക സംവിധാനത്തിനെതിരെ മാത്രം സംസാരിക്കുന്ന ആളാക്കുന്നു. പിന്നെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ പറയും കേസ് എടുത്തതിന് ശേഷം പറയുന്ന അടുത്തൊരു നില രാജ്യം വിട്ടുവന്നു. ഈ രാജ്യം വിട്ടു പോകാൻ മാത്രം എന്ത് കേസാണ് എടുത്തിരിക്കുന്നത്? എന്ത് കേസാണ് രാജ്യം വിട്ട്? എന്താണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ ഫോൺ 2 ഫോണാണ്. താൻ ബാംഗ്ലൂരും ദില്ലിയിലും മാറി മാറിയുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും പോലീസിന് എന്നെ വിളിക്കാം. അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടാത്തതിൽ രാജ്യത്തെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒരാളായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടാതെ ഇരിക്കുന്ന ഒരു സംഭവമില്ല. കാരണം ഏത് മുക്കിലും മൂലയിലും ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് കണ്ടെത്താൻ എല്ലാ സംവിധാനങ്ങളും ഉള്ള നമ്മുടെ പോലീസിനെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചൂടെ? ആളെ വിളിച്ച് ആളെവിടെയുണ്ടെന്ന് പറയാം, പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയാം, അദ്ദേഹത്തെ അല്ലെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കുറെ സുഡാപ്പി മാധ്യമങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് പറയുകയാണ് ആള് രാജ്യം വിട്ടു, മറ്റേത് വിട്ടു, മറിച്ചത് വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരാരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ, ആരെയാണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഭീകര പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് 10 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, ആര് നടത്തിയാലും അതിന്റെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചാൽ എന്താണ് പ്രശ്നം? ഈരാറ്റുപേട്ടയിൽ ഭീകരവാദികൾ ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലേ? 2007 അഹമ്മദാബാദിൽ, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന സ്ഫോടനം നമ്മൾ പരിശോധിക്കും. അതിൽ ഈരാറ്റുപേട്ട സ്വദേശികളുണ്ട്. ഷിബിലി എന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ മറ്റ് 2 പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്താണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരു പ്രദേശത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ശബ്ദിക്കുന്നതാണോ യഥാർത്ഥത്തിൽ പൊതുസമൂഹം അംഗീകരിക്കേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസും സർക്കാരും അംഗീകരിക്കേണ്ടത്? ഇവരെന്തിനു വേണ്ടിയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ മൗനം പാലിക്കുന്നത്? ഇപ്പൊ നമ്മുടെ കോട്ടയം SP പോലും, കാർത്തിക് എന്ന് പറയുന്ന SP പോലും കഴിഞ്ഞ ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ PFI നിരോധനത്തിന് ശേഷമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രയ്ക്ക് വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുള്ള ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുന്നു. ഇതിൽ കൃത്യമായിട്ട് നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. അപ്പോൾ ഇതില് ഒരു രീതിയിലും നടപടി എടുക്കാതെ അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ചിന്താഗതിയോട് പോകുമ്പോൾ പൊതുസമൂഹത്തിന് പ്രതികരിക്കേണ്ടി വരും. ഏത്
പക്ഷത്തുള്ള ആളാണ് അല്ലെങ്കിൽ ഏത് മതത്തിലുള്ള ആളാണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മളതിനെ വിലയിരുത്താൻ പാടില്ലല്ലോ. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പിന്നെ വാക്കുകൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കേട്ടുകൊണ്ട് അസ്വസ്ഥരാകുക എന്നുള്ള മനോഭാവമുള്ള ആളുകൾ ഇവരാരെങ്കിലും ഇപ്പൊ ഈ പരാതി കൊടുത്തിട്ടുള്ള മാത്യു സാമുവലിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ, അവിടുത്തെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സുഡാപ്പികളായിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ചിന്തിക്കുക ഇവരാരെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എതിരെ, അത് ഈരാറ്റുപേട്ടയിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, ഇതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരു തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ജിഹാദി ഗ്രൂപ്പുകൾക്കെതിരെ ഒരു ജനകീയ സമരം സംഘടിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ നമ്മൾ സമൂഹം ജാഗ്രത പുലർത്തണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ ഡിവൈഎഫ്ഐ ഇപ്പോൾ ഒരു പരിപാടി നടത്തുന്നുണ്ട്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. SFIയുടെ അടക്കം പല പ്രവർത്തകരും കാര്യകർത്താക്കളും കോളേജിൽ നടക്കം മയക്കുമരുന്ന് അടക്കമുള്ള കഞ്ചാവ് അടക്കമുള്ള സംഭവങ്ങൾ അവരെ കൃത്യമായിട്ട് കയ്യോടെ കൂടി തന്നെ ഇതേ സർക്കാരിന്റെ പോലീസ് തന്നെ പിടിച്ചുകൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തെളിവായിട്ട് നമ്മുടെ മുന്നിൽ ഇതെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള ലഹരിക്കെതിരെ നടത്തുന്ന സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ ആരെങ്കിലും ഭാഗത്തുനിന്ന് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മകൾ ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന ഇതുപോലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇവർ തയ്യാറല്ല. ഹമാസിന് അനുകൂലമായിട്ട് നമ്മുടെ നാട്ടിലുമാര് ജനകീയ പ്രക്ഷോഭങ്ങൾ, ഹമാസിന് അനുകൂലമായിട്ട് ഇസ്രായേലിനെതിരായിട്ട് അതോടെ വലിയ കൂട്ടായ്മകൾ കേരളം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതുപോലുള്ള കലാപരിപാടി നടത്തും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് വിഷയമുണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്നവർക്ക് പൊതുസമൂഹം കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കണം. അതാണ് ഇന്ന് മാത്യു സാമുവൽ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമാണ്. സക്കീർ നായിക്കല്ല ഈ പറയുന്ന മാധ്യമം പത്രം അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ആൾക്കാരെല്ലാവരും മനസ്സിലാക്കുക, മാധ്യമം എന്ന് പറയുന്ന പത്രത്തിന്റെ ആളുകൾ മനസ്സിലാക്കുക, ഒരിക്കലും അദ്ദേഹം നാട് വിട്ടു പോകുന്ന ആളല്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് നിയമ നടപടി എടുക്കാം. അദ്ദേഹം എവിടെയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ വിളിച്ചാൽ അറിയാമല്ലോ. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യും. അത് ചെയ്യാതെ ഇവിടെ ഇരുന്ന് അദ്ദേഹം വിദേശത്തേക്ക് പോയി മറ്റുള്ളത് പോയി എന്നൊക്കെ പറഞ്ഞ് കുറെ കഥ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, ജിഹാദി ഗ്രൂപ്പുകളുടെ വിഷയങ്ങൾ കൃത്യമായിട്ട് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും അവരെ പൂർണ്ണമായിട്ട് നമ്മൾ പിന്തുണക്കണം. അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് എല്ലാ രീതിയിലും കൊടുക്കണം. നിയമപരമായിട്ടുള്ള സഹായങ്ങൾ പോലും നൽകണമെന്നാണ് നമ്മൾക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. കാരണം രാജ്യത്തിന്റെ സുരക്ഷ ഇവിടെ ഭീകരവാദികളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അതിനൊരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ട് അണിചേരുക, അതിനെതിർത്ത് മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ദേശീയവാദികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് രാജ്യം എന്നുള്ള സംഭവമാണ്, മതം എന്നുള്ളത് പോലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ്. പക്ഷെ ഇവിടെ ഭീകരവാദികൾ ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെയാണ്, രാജ്യത്തെ വ്യക്തികളെയല്ല, ഈ രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചു വരുന്ന ആളുകളെ കേസിൽ അകപ്പെടുത്താനും പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കാനും അവർ രാജ്യം വിട്ടു പോയി എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം നടത്തുന്ന ആളുകളോട് പറയാനുള്ളത് പോയി പണി നോക്കാൻ മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തെ തടയാൻ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു ഭംഗം വരുത്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. നടക്കുമോ ഇല്ലയോ നമുക്ക് കാണാം.